ഈ ജാഥ KC-യുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സെമി ഫൈനൽ ജയിച്ച ടീമിന്റേതാണ്. ജനങ്ങളുടെ പ്രിയപ്പെട്ട ടീമിനെ കാണാൻ ധാരാളം ആള് വമ്പിച്ച ജനക്കൂട്ടം ഇന്നിവിടെ വന്നു കൂടിയിട്ടുണ്ട്. യാതൊരു സംശയവുമില്ല. ഫൈനൽ കാണാൻ ആണ് അത്. കാണികളോട്, ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിരാശപ്പെടേണ്ടി വരില്ല. കപ്പും കൊണ്ട് ഞങ്ങൾ പോവും, യാതൊരു സംശയമാണ്. ഇതിന് മുമ്പിലൊരു ജാഥ പോയിരുന്നു. കാര്യമായിട്ട് കണ്ടത് ബംഗാളിൽ നിന്ന് വന്നവരെയാണ്. യാത്രയിലൊക്കെ കണ്ടതവരെ. കുഞ്ഞിനെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞതുപോലെ ആളില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് അവര് അനുഭവിക്കുന്നുണ്ട്. എങ്ങനെ ആളുണ്ടാവുക? എല്ലാം ഓർക്കാമായിരുന്നു, പക്ഷെ അത് ഓർക്കാൻ പറ്റില്ല. ഏതാത് അയ്യപ്പന്റെ പൊന്നു കൊണ്ടുപോയത് പൊറുക്കാൻ കഴിയൂല. പൊന്നു മക്കളെ, അത് ഈ കേരളത്തിലെ ജനങ്ങൾ നോക്കും. ഒന്നല്ല ഒന്നിലധികം പ്രാവശ്യം ഇതിനു മുമ്പും പരമ്പരാഗതമായുള്ള ജനങ്ങൾ ആദരിക്കുന്ന അയ്യപ്പ നിന്ദ ഉണ്ടായപ്പോൾ പാർലമെന്റ് ഇലക്ഷനിൽ പ്രതികരിച്ചു. ഇപ്പൊ വീണ്ടും ഈ അസംബ്ലി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചു. നേരത്തെ ഇവിടെ വന്നപ്പോൾ ശ്രീ മുരളീധരൻ പ്രസംഗിക്കുന്നത് കേട്ടു. പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് ഇനി നമുക്കൊന്ന് മാറ്റി പാടാം. പോറ്റിയെ ഇറക്കിയേ എന്ന് പാടേണ്ട സ്ഥിതിയായി. എന്തൊരു ക്രൂരതയാണ്! നിങ്ങളൊന്ന് ആലോചിച്ചു. നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞു ഇത്രയൊക്കെ ചെയ്യാവൂ. ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട്, മുമ്പ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത ആളുകളുണ്ട്. ശ്രീ സതീശൻ ഈ ജാഥയുടെ ക്യാപ്റ്റൻ, 10-25 വർഷകാല അസംബ്ലിയിൽ ഇരുന്ന ആളാണ്. എല്ലാം വളരെ പ്രാഗൽഭ്യത്തോടു കൂടി പറയുന്ന ആളാണ്. ആർക്കാ തിരിയാത്തത്? ആർക്കാ മനസ്സിലാവാത്തത്? നിങ്ങളത് ഒതുക്കി തീർക്കുകയാണ് എന്നുള്ളത്. ആ ഒതുക്കി തീർക്കുന്ന വിദ്യയാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലൊരു പുതിയ യുഗം പിറക്കുക തന്നെ വേണം.